ഹായ് ഡിയേഴ്സ്, നമുക്കിന്നൊരു അടിപൊളി ടേസ്റ്റിലൊരു നല്ലൊരു മട്ടൻ ബിരിയാണിയുടെ റെസിപ്പി ആയാലോ. അതിനായിട്ട് ഞാൻ മട്ടൻ 1 കിലോ നന്നായിട്ട് വാഷ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ അതിലേക്കുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ സവാള ഇല്ലേ, സവാള ഒരു 7 എണ്ണം വേണം. നല്ലവണ്ണം സ്ലൈസ് ആക്കിയിട്ട് അരിഞ്ഞ് വെക്കണം കേട്ടോ. അപ്പോൾ സവാള നല്ലവണ്ണം സ്ലൈസ് ആക്കണം, അത് മറക്കരുതും. പിന്നെ നമ്മളുടെ മട്ടനിലേക്ക് ഒരു കുക്കർ എടുക്കുക, മട്ടൻ എടുത്ത് ആ കുക്കറിലേക്ക് ഇടുക. പിന്നെ നമ്മുടെ ഇതില്ലേ കുരുമുളക് ചതച്ചത് അതൊരു ടീസ്പൂൺ, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും, പിന്നെ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ നമ്മൾ നേരത്തെ ചതച്ച് വെച്ചിട്ടില്ലേ, അതിൽ നിന്ന് 1 ടീസ്പൂൺ എടുത്തിടുക. പിന്നെ അതുപോലെ തന്നെ കുറച്ച് മല്ലിയിലയും പുതിനയിലയും പിന്നെ കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുക. പിന്നെ കുറച്ച് കല്ലുപ്പില്ലേ, കല്ലുപ്പിടുമ്പോൾ കുറച്ച് കൂടി ടേസ്റ്റ് വരും കേട്ടോ. അപ്പോൾ കല്ലുപ്പും കൂടി ഇടുക, കുറച്ച് കറിവേപ്പിലയും കൂടി ഇടുക. എന്നിട്ട് നല്ലവണ്ണം കൈ വെച്ചിട്ട് നല്ലവണ്ണം ഇതിനെ ഒന്ന് മാരിനേറ്റ് ചെയ്യുക. നല്ലവണ്ണം ഇങ്ങനെ കുഴയ്ക്കുക കേട്ടോ. എന്നിട്ട് കുഴച്ചിട്ട് കുക്കർ അടുപ്പയിൽ വെച്ച് വേവിക്കണം. അപ്പോൾ വെള്ളം ഒഴിക്കേണ്ട, വെള്ളം ഒഴിക്കാൻ പേടിയുണ്ടെങ്കിൽ വെള്ളം ഒഴിച്ചു കേട്ടോ. ഞാൻ വെള്ളം ഒഴിച്ചിട്ടില്ല. പിന്നെ വേറൊരു പാനിലേക്ക് നമ്മൾ കുറച്ച് ഡാൽഡ ഇല്ലേ, ഡാൽഡ ആകുമ്പോൾ കുറച്ചും കൂടി ടേസ്റ്റാണ്, ഹെൽത്തി അല്ല കേട്ടോ, അത് ഓർക്കണേ. ഡാൽഡയും പിന്നെ അതുപോലെ തന്നെ കുറച്ച് ഓയിലും കൂടെ ഒഴിച്ചതിന് ശേഷം നല്ലവണ്ണം ഒരു ഇതിൽ നിന്നൊരു 3 സവാള അരിഞ്ഞത് എടുത്ത് നന്നായിട്ട് വറുത്ത് ഒക്കെ മാറ്റി വയ്ക്കുക. അതിലേക്ക് കാഷ്യൂവും കിസ്മസും ഒക്കെ വറുത്ത് മാറ്റി വെക്കണം കേട്ടോ. എന്നിട്ട് നമ്മൾ നേരത്തെ എടുത്ത എണ്ണയില്ലേ, ഈ സവാള വറുത്ത എണ്ണ തന്നെ വേറൊരു പാനിലേക്ക് ഒഴിക്കുക. എന്നിട്ട് നമുക്ക് ഈ മസാല റെഡിയാക്കാം കേട്ടോ. അപ്പോൾ സവാള നല്ലവണ്ണം വഴറ്റണം കേട്ടോ. എത്ര വഴറ്റുന്നോ അത്രയും ബിരിയാണിക്ക് ടേസ്റ്റ് വരും. അപ്പോൾ നല്ലവണ്ണം വഴറ്റുക. പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ചതച്ചതും നമ്മുടെ പച്ചമുളകും ചതച്ചില്ലേ, അതുമൊക്കെ ഇട്ട് കൊടുക്കുക. പിന്നെ ഒരു 3 തക്കാളി ഞാൻ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ 3 തക്കാളിയും കൂടി ഇടുക. പിന്നെ നമ്മൾ നേരത്തെ വറുത്ത സവാള ഇല്ലേ, അതിൽ നിന്നൊരു 1/4 ഭാഗം എടുക്കുക. എന്നിട്ട് കുറച്ച് ഭാഗം മാത്രം നമ്മൾ ഡെക്കറേഷന് വേണ്ടി മാറ്റി വയ്ക്കുക. ബാക്കി ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കുക. പിന്നെ കുറച്ച് 2 ടീസ്പൂൺ തൈരും കൂടി ഇട്ട് കൊടുക്കണം കേട്ടോ. തൈരും പിന്നെ ഇത്തിരി കറിവേപ്പിലയാണ് കേട്ടോ ഇതിലിട്ടിരിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ നമ്മളുടെ ഒരു ലെമണിൻ്റെ ജ്യൂസും കൂടെ ഒഴിച്ച് കൊടുക്കുക. പിന്നെ ഇപ്പോൾ ഞാൻ ഇട്ടത് 1 ടീസ്പൂൺ ബിരിയാണി മസാലപ്പൊടിയാണ് കേട്ടോ. അതെല്ലാം കൂടി ഇട്ടിട്ട് നല്ലവണ്ണം വഴറ്റുക. എത്ര വഴറ്റാമോ അത്രയും വഴറ്റുക. അതിൻ്റെ പച്ചമണമൊക്കെ മാറുമ്പോൾ കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് ഗരം മസാലപ്പൊടിയൊക്കെ ഇട്ട് കൊടുക്കണം കേട്ടോ. അതും കൂടി ഇട്ട് നല്ലവണ്ണം വഴറ്റുക. പിന്നെ ഈ നമ്മുടെ വെന്ത് വന്നിരിക്കുന്ന നമ്മുടെ മട്ടനില്ലേ, അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് വീണ്ടും നല്ലവണ്ണം വഴറ്റണം കേട്ടോ. നല്ലവണ്ണം ഒന്ന് വേവിക്കാനായിട്ട് അത് അവിടെ തിളച്ചുകൊണ്ടിരിക്കണം, അത് നല്ലവണ്ണം തിളച്ചുകൊണ്ടിരിക്കുക. അപ്പം നമ്മൾ ഇപ്പം മല്ലിയിലയും പുതിനയിലയും ഞാൻ ഇട്ടിട്ടില്ല കേട്ടോ, അത് ശ്രദ്ധിക്കണേ. അത് നമ്മൾ ദം ചെയ്യാൻ നേരത്തിടണം, അപ്പോഴാണ് ടേസ്റ്റ്. അപ്പം ഞാനിപ്പം ഒരു എന്താ പറയുന്നത് 1/2 കപ്പ് നല്ല കുറുകിയ തേങ്ങാപ്പാലാണ് കേട്ടോ ഇതിനകത്ത് ഒഴിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിന് നല്ല സ്പെഷ്യൽ ടേസ്റ്റ് നൽകുക. അപ്പോൾ നമ്മളിപ്പം ചെയ്യാൻ പോകുന്നത് ഇനി നമ്മളുടെ ബിരിയാണിക്കായിട്ടുള്ള നെയ്ച്ചോറ് റെഡിയാക്കുവാണ് കേട്ടോ. അപ്പോൾ നെയ്ച്ചോറ് ഞാനിപ്പോൾ ഇത് കുക്കറിലാണ് വെക്കുന്നത്. നിങ്ങൾക്ക് പേടിയുണ്ടെങ്കിൽ കുക്കറിലൊന്നും വെക്കേണ്ട കേട്ടോ. അപ്പം കുറച്ച് മസാലയൊക്കെ ഇടുക. പിന്നെ ഒരു 1/2 സവാളയും കൂടി ഇട്ട് വഴറ്റിയതിന് ശേഷം കുറച്ച് ബേ ലീഫും അതുപോലെ തന്നെ ഇത് രമ്പയിലയാണ് കേട്ടോ, രമ്പയിലയും കൂടി ഇടുക. പിന്നെ 1 ടീസ്പൂൺ വിനെഗറിയും കൂടി ഒഴിച്ച് കൊടുക്കുക. ഉപ്പും ഇട്ടിട്ട് നമ്മളുടെ നെയ്ച്ചോറ് വയ്ക്കത്തില്ല, അതുപോലെ തന്നെ റെഡിയാക്കി എടുക്കുക നെയ്ച്ചോറ്. എന്നിട്ടാണ് നമ്മൾ പിന്നെ നല്ലോണം നെയ്ച്ചോറ് വെന്ത് കഴിയുമ്പോഴത്തേക്ക് വേവൊക്കെ നിങ്ങൾ ശരിക്കും ശ്രദ്ധിക്കണം കേട്ടോ. ഇപ്പോഴാണ് ഞാൻ മല്ലിയിലയും പുതിനയിലയും കൂടി ഇട്ട് കൊടുത്തത്, അപ്പോഴാണ് കുറച്ചുകൂടി ടേസ്റ്റ് വരുന്നത് കേട്ടോ. പിന്നെ നമ്മൾ ഇതെല്ലാം ദം ചെയ്യാൻ നേരത്ത് ലെയറായിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഈ സാധനങ്ങളെല്ലാം, ഇഷ്ടമുള്ള സാധനങ്ങളല്ല കേട്ടോ, ഈ വറുത്ത് വെച്ചിരിക്കുന്ന സാധനമൊക്കെ എടുത്ത് അങ്ങോട്ട് ഇട്ട് കൊടുക്കണം. പിന്നെ വേണ്ടതെന്ന് പറഞ്ഞിട്ട് കുറച്ച് പാലിൽ നമ്മളുടെ മഞ്ഞൾപ്പൊടിയും പിന്നെ ഞാൻ ഈ പൈനാപ്പിളിൻ്റെ എസൻസ് ഞാൻ ഇച്ചിരി ചേർത്തിട്ടുണ്ട്. പക്ഷേ അത് ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ, നല്ല ടേസ്റ്റാണ്. ചേർക്കണമെന്നില്ല, പൈനാപ്പിളിൻ്റെ എസൻസോ അല്ലെങ്കിൽ റോസ് വാട്ടറോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലുമൊക്കെ എടുത്തിട്ട് അതിനകത്തേക്ക് വിട്ട് നല്ലവണ്ണം റെഡിയാക്കിയിട്ട് നല്ലവണ്ണം ഇങ്ങനെ തളിച്ച് കൊടുക്കുക. പിന്നെ കുറച്ച് സമയം ദം ചെയ്യുമ്പോഴത്തേക്കും എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ഒരു 1/4 മണിക്കൂറെങ്കിലും ദം ചെയ്യണം കേട്ടോ. നെയ്യും കൂടി ഇട്ട് കൊടുത്തേക്കണേ. 1/4 മണിക്കൂർ ദം ചെയ്യുമ്പോൾ നല്ല ടേസ്റ്റായിരിക്കും. ചെറിയ തീയിൽ നമ്മൾ ഈ ദോശക്കല്ലില്ലേ, ദോശക്കല്ലിൻ്റെ പുറത്ത് വല്ലതും ഇതെടുത്ത് വെക്കുക. എന്നിട്ട് ചെറിയ തീയിൽ അത് ദം ചെയ്യുക. എന്നിട്ടെടുത്ത് കഴിച്ചോളൂ. താങ്ക് യു. ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ഷെയർ ചെയ്യണേ. താങ്ക് യു.